ആം ആദ്മി പാർട്ടിയുടെ മുൻ മന്ത്രിമാരായ മനീഷ് സിസോദിയയ്ക്കും സത്യേന്ദർ ജെയിനിനും ഡൽഹി പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നു. ക്ലാസ് റൂം അഴിമതി കേസിലാണ് അഴിമതി വിരുദ്ധ ബ്യൂറോ നോട്ടീസ് നൽകിയത്. ജൂൺ 6-ന് നേരിട്ട് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, സർക്കാർ സ്കൂളിലെ ക്ലാസ് റൂമുകളുമായി നിർമ്മിച്ച നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി 2000 കോടിയിലേറെ രൂപ അഴിമതി നടത്തിയെന്നാണ് ആരോപണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുവർക്കുമെതിരെ കേസെടുക്കാനൊക്കെ നിർദ്ദേശവും നൽകിയതാണ്. ഇപ്പോൾ എങ്ങനെയാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. കാരണം ആം ആദ്മി പാർട്ടിയുടെ കരുത്തട്ട 2 നേതാക്കളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ ഇന്ന് ഡൽഹിയിലെ ഗ്രൗണ്ടിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് സത്യേന്ദർ ജെയിനും അതേപോലെ തന്നെ മനീഷ് സിസോദിയയും. ഇവരൊക്കെയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ നോട്ടീസ് നൽകി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 6-ാം തീയതി നേരിട്ട ഡൽഹി പോലീസിന് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ ഹാജരാവാൻ വേണ്ടിയാണ് നോട്ടീസ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന 4 പേജുള്ള നോട്ടീസാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്തി അതനുസരിച്ചുള്ള ഒരു നോട്ടീസാണ് വിതരണം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ഭയം. അതുപോലെ തന്നെ മനീഷ് സിസോദിയ ഇത് പ്രതികരിക്കുകയും ചെയ്തിട്ട് തങ്ങളെ പിടിച്ച് ജയിലിലാക്കാനുള്ള BJP സർക്കാരിന്റെ ഗൂഢതന്ത്രം എന്നാണ് മനീഷ് സിസോദിയയുടെ ട്വീറ്റ് വന്നിരിക്കുന്നത്. എന്നാലും ഇത് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അഴിമതിയാണ്. അതുകൊണ്ട് തന്നെ ഈ അഴിമതിയെ സംബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും ശേഖരിച്ച ശേഷമാണ് അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഡൽഹി പോലീസിന്റെ ക്രൈം ബ്യൂറോ വൃത്തങ്ങൾ പറയുന്നത്. ശ്രീലക്ഷ്മി. ശരി ശരത് ലാൽ.